നമസ്കാരം. ജ്യോതിഷത്തിൽ എല്ലാ ഗ്രഹങ്ങൾക്കും അവയുടെ രാശി അല്ലെങ്കിൽ നക്ഷത്രമാറ്റമൊക്കെ നടക്കുന്ന വേളയിൽ സവിശേഷമായ ഒരു സ്ഥാനം തന്നെ കൽപ്പിച്ചു നൽകിയിട്ടുണ്ട്. അപ്പോൾ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തിൽ ഉണ്ടാകുന്ന ഈ വിധേനയുള്ള മാറ്റങ്ങളെ സംക്രമണം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാ ഗ്രഹങ്ങളും ഒരു നിശ്ചിത കാലയളവിൽ രാശിമാറ്റവും നക്ഷത്രമാറ്റവും ഒക്കെ തന്നെ നടത്താറുണ്ട്. 12 രാശിക്കാരിലും ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വ്യത്യസ്തമായ ഫലങ്ങളെ പ്രദാനം ചെയ്യും. ചില രാശിക്കാർക്ക് ഗ്രഹസംയോജനം മൂലം അല്ലെങ്കിൽ ഗ്രഹസംക്രമണം മൂലം വളരെയധികം ഗുണഫലങ്ങൾ വർദ്ധിക്കുമ്പോൾ ചില രാശിക്കാർക്കാകട്ടെ അല്പം ദോഷമായ വശങ്ങളിലൂടെയും കടന്നു പോകേണ്ടതായി വരും. അതായത് ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാകുമെന്ന് കരുതണം. അപ്പോൾ ഇവിടെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം മൂലം ലക്ഷ്മി യോഗം രൂപപ്പെടുന്നുണ്ട്. അപ്പോൾ അത് ഫെബ്രുവരി മാസം കഴിഞ്ഞ് മാർച്ച് മാസത്തോടു കൂടിയാണ് ഈ ലക്ഷ്മി രാജയോഗം അല്ലെങ്കിൽ ലക്ഷ്മി യോഗം രൂപം കൊള്ളാനായി പോകുന്നത്. അപ്പോൾ ഇനി പറയുന്ന രാശിക്കാർക്ക് അത് ഐശ്വര്യവും സമൃദ്ധിയുമായിരിക്കും നൽകാൻ പോകുന്ന ഈ ലക്ഷ്മി യോഗം നിമിത്തം രാജയോഗ തുല്യമായ ഫലങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഫെബ്രുവരി മാസം കഴിഞ്ഞ് അടുത്ത വരുന്ന മാർച്ച് മാസത്തോടു കൂടി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകും. ലക്ഷ്മി യോഗമാണ്. ഭഗവതി അമ്മ മഹാമായ ലക്ഷ്മി ദേവി നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിന്റെ ഫലമായി ചില രാശിക്കാർക്ക് വമ്പൻ മാറ്റങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. അത് ഏതൊക്കെ രാശിക്കാരാണെന്ന് നോക്കാം. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഈ വീഡിയോകൾ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. അപ്പോൾ ആദ്യത്തെ രാശി വരുന്നത് ഇടവമാണ്. ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ അവസാന മുക്കാൽ ഭാഗം വരുന്നുണ്ട്, രോഹിണി വരുന്നു, അടുത്തത് മകയിരം ആദ്യ പകുതി വരുന്ന നക്ഷത്രങ്ങളാണ് ഇടവം രാശിയിൽ വരുന്നത്. അപ്പോൾ ഈ വരുന്ന മാർച്ച് മാസത്തിൽ രൂപം കൊള്ളുന്ന ലക്ഷ്മി യോഗം രാജയോഗം തന്നെയാണ് ഇത്. ലക്ഷ്മി യോഗം ലക്ഷ്മി ഭഗവതിയുടെ അനുഗ്രഹമാണ് സിദ്ധിക്കുന്നത്. അനുകൂല ഫലങ്ങളെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്ന ഒരു മാസമാണ് വരാൻ പോകുന്നത്. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെയും സാധിച്ചെടുക്കാൻ നിങ്ങളാൽ കഴിയുമെന്നത് നിങ്ങൾക്ക് അഭിമാനം കൊള്ളാവുന്ന ഒരു കാര്യം തന്നെയാണ് വരുന്ന മാസത്തിൽ. ഏറെ നാളായി നിങ്ങളുടെ കുടുംബത്തെ അലട്ടിയിരുന്ന സാമ്പത്തിക ബാധ്യത അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി ഘട്ടത്തെ നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാനായി പറ്റും. എന്തെന്നാൽ നിങ്ങളിലേക്ക് ധനം വരികയും നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രധാനമായ കടങ്ങളെയൊക്കെ വീട്ടുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. സാമ്പത്തികമായി കാത്തിരിക്കുന്ന ഒരു വളരെ വലിയ മാറ്റം തന്നെയാണ്. ഒരു നേട്ടങ്ങൾ തന്നെ നിങ്ങളെ തേടിയെത്തുന്നത്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക കാര്യത്തെ ഓർത്ത് നിങ്ങൾക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. ഇടവം രാശിക്കാർക്ക് വരുന്ന മാർച്ച് മാസത്തിൽ ബിസിനസ് ചെയ്യുന്നവർക്കും വിപുലപ്പെടുത്താനും ബിസിനസ്സിൽ ശോഭിക്കാനും സാധിക്കും. നിങ്ങൾ ഏതൊക്കെ പ്രോജക്റ്റുകളാണോ ഈ ബിസിനസ് മേഖലയിൽ പരിചയപ്പെടുത്തുന്നത് അതൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്കറ്റിംഗ് നടത്തി ബിസിനസ്സിൽ ഒരു മേന്മ നേടിയെടുക്കാൻ സാധിക്കുമെന്നത് മാർച്ച് മാസത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഒരു ഗതി പിടിക്കുമെന്ന സമയം കൂടിയാണ് മാർച്ച് മാസം. നിങ്ങൾക്ക് നമ്മൾ പറയാറില്ലേ, ആകെ ഒരു ഗതി പിടിക്കാത്ത നേട്ടമുണ്ടാകുന്നില്ല, ആകെ ഒരു സമാധാനമില്ലാത്ത അവസ്ഥ എന്നൊക്കെ പറഞ്ഞിരുന്ന ആ ഒരു നിലയിൽ നിന്നൊരു മാറ്റമുണ്ടാകുന്ന സമയം കൂടിയാണ് ലക്ഷ്മി യോഗത്താൽ മാർച്ച് മാസത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത്. രണ്ടാമത്തെ രാശി വരുന്നത് ചിങ്ങം രാശിയാണ്. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം വരുന്നുണ്ട്, ഉത്രം നക്ഷത്രത്തിന്റെ ആദ്യകാൽ ഭാഗം ചിങ്ങം രാശിയിൽ വരുന്നതാണ്. മാർച്ച് മാസത്തിൽ രൂപപ്പെടുന്ന ലക്ഷ്മി യോഗം നിമിത്തം ചിങ്ങം രാശിക്കാരായ ആളുകൾക്ക് ശുഭകരമായ നേട്ടങ്ങൾ ജീവിതത്തിൽ തേടിയെത്തുകയും സാമ്പത്തികമായി നിങ്ങൾക്ക് ഉന്നതിയിലേക്ക് നയിക്കാനുള്ള അല്ലെങ്കിൽ കടക്കാനുള്ള ഒരു സമയം കൂടിയാണ് വരുന്നത്. നിങ്ങൾക്ക് നിക്ഷേപങ്ങളിൽ നിന്നൊക്കെ വരുമാന മാർഗങ്ങൾ ലഭിക്കാനും ചെറിയ അതായത് നമ്മൾ ഓൺലൈനായിട്ടുള്ള കാര്യങ്ങളായാലും ചെറിയ വരുമാന മാർഗങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് തുറക്കപ്പെടുന്നതായിരിക്കും. ആസ്തി വർദ്ധിക്കുന്നതായിരിക്കും. പുതിയ വാഹനം വാങ്ങണം, പുതിയൊരു വീട് വെക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള നിങ്ങൾക്ക് അതിനൊക്കെ ഒരു തുടക്കം കുറിക്കുവാനും മാർച്ച് മാസത്തിൽ സാധിക്കുന്നതാണ്. ദാമ്പത്യ ജീവിതം സന്തോഷകരമായി സമാധാനകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. കുടുംബത്തിൽ നിലനിന്നിരുന്ന അസ്വാരസ്യങ്ങൾ കലഹങ്ങളൊക്കെയും ഒഴിഞ്ഞ് സമാധാനമായ ഒരു അന്തരീക്ഷം കൂടിയാണ്. ലക്ഷ്മി ഭഗവതിയുടെ അമ്മ മഹാമായയുടെ അനുഗ്രഹമാണ് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അമ്മ മഹാമായ നിങ്ങളിലേക്ക് അനുഗ്രഹമായി വരുമ്പോൾ നിങ്ങൾ മക്കൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ അവിടെ ഇല്ലാതാവുകയാണ്. അതിനൊക്കെ ഒരു മാറ്റം വരാൻ പോവുകയാണ്. അമ്മയുടെ ഒരു കരുതൽ നിങ്ങളിലേക്ക് എത്താൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ മാർച്ച് മാസം വളരെയധികം ഭാഗ്യം തന്നെയാണ് നിങ്ങൾക്കും. മൂന്നാമത്തെ രാശി വൃശ്ചികമാണ്. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ നോക്കാം. വിശാഖം അവസാന കാൽഭാഗം വരുന്നുണ്ട്, അനിഴം വരുന്നു, തൃക്കേട്ട ഈ 3 നക്ഷത്രങ്ങളാണ് വരുന്നത്. അപ്പോൾ മാർച്ച് മാസത്തിൽ രൂപം കൊള്ളുന്ന ഈ രാജയോഗം തന്നെ ലക്ഷ്മി യോഗത്താൽ വൃശ്ചികം രാശിക്കാരെ കാത്തിരിക്കുന്നത് നിരവധി നേട്ടങ്ങൾ തന്നെയാണ്. സ്ഥാനക്കയറ്റം ഉണ്ടാകുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമാണ്. കർമ്മമേഖലയിൽ നേട്ടമുണ്ടാകും. വിദേശത്തേക്ക് പോകുവാനുള്ള ഭാഗ്യം തെളിയുന്നതാണ്. പുതിയ ജോലി
അത് സ്വദേശത്തും വിദേശത്തും എവിടെയാകാം. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ പുതിയതായ ഒരു ജോലി നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ്. ഉന്നത പഠനത്തിനായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും വഴി തടസ്സങ്ങൾ ഉണ്ടായതൊക്കെ മാറി തടസ്സങ്ങൾ നീങ്ങി നിങ്ങൾക്ക് പോകാനായി സാധിക്കുന്നതാണ്. വിദേശ ഭാഗ്യത്തിനായി നിങ്ങൾക്ക് അമ്മ മഹാമായയുടെ ഒരു കരുതൽ ഉണ്ടാകുന്ന സമയമാണ്. സരസ്വതി ദേവിയുടെ അനുഗ്രഹം കൂടി ഉണ്ടായി. അതുകൊണ്ട് തന്നെ വിദേശത്ത് പോകുവാനും ആ പഠിത്തം പൂർത്തിയാക്കി നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിലേക്ക് ശോഭിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. പുതിയ വാഹനം വാങ്ങാൻ കൂടിയുള്ള ഭാഗ്യം നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു സമയം കൂടിയാണ് വരാൻ പോകുന്ന മാർച്ച് മാസം. അടുത്ത രാശി മകരമാണ്. മകരം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ നോക്കാം. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം നക്ഷത്രത്തിന്റെ പകുതി ഭാഗമാണ്. മകരക്കൂറിൽ 3 നക്ഷത്രങ്ങളാണ് വരുന്നത്. മാർച്ച് മാസത്തിൽ രൂപം കൊള്ളുന്ന ലക്ഷ്മി യോഗം മകരം രാശിക്കാർക്ക് അനുകൂലമായ മാറ്റങ്ങളെ തരുന്നുണ്ട്. പുതിയ വരുമാന മാർഗങ്ങൾ തെളിയുന്നതാണ്. വിലപിടിപ്പുള്ള വസ്തുക്കൾ സമ്മാനമായി ലഭിക്കാൻ ഒരു ഭാഗ്യം കാണുന്നുണ്ട്. ഏറെ നാളെ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന വീട് പണി പാതി വഴിയിലാക്കപ്പെട്ട് കിടക്കുന്ന ആ വീട് പണി വീണ്ടും പുനരാരംഭിക്കുവാൻ നിങ്ങൾക്ക് ഭാഗ്യം തെളിയുന്നുണ്ട്. ബിസിനസ് ചെയ്യുന്നവർക്കും ബിസിനസ് നിങ്ങളുടെ ആ ഒരു നേട്ടം വളരെയധികം മാറ്റത്തെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന സമയം കൂടിയായിരിക്കും മാർച്ച് മാസം. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് ഒന്ന് മാറ്റി പിടിക്കുക, അല്ലെങ്കിൽ അതിൽ മേന്മയില്ല, ശോഭിക്കാൻ കഴിയുന്നില്ല എന്ന് വിഷമിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ അതിൻ്റെ യാതൊരു ആവശ്യവും കാണുന്നില്ല. ഈ വരാൻ പോകുന്ന മാർച്ച് മാസം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സാൽ തന്നെ കീർത്തി, പ്രശസ്തി, അംഗീകാരം, മാന്യത ഒക്കെ വർദ്ധിക്കാനുള്ള സമയവും കൂടിയാണ് തെളിയുന്നത്. അടുത്ത രാശി മീനമാണ്. മീനം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ നോക്കാം. പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം വരുന്നുണ്ട്. ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ് മീനം രാശിയിൽ വരുന്നത്. മാർച്ച് മാസത്തിലാണ് ഈ ലക്ഷ്മി യോഗം ഇവർക്ക് രൂപം കൊള്ളുന്നത്. മീനം രാശിക്കാർക്ക് അനുകൂലമായ ഫലങ്ങളെ പ്രദാനം ചെയ്യും. അസുഖങ്ങളാൽ വലയുന്നവർക്ക് രോഗശമനം ഈ ഒരു വേളയിൽ ഉണ്ടാകുന്നതാണ്. ജോലി സംബന്ധമായി അല്പം പ്രശ്നങ്ങൾ ഉണ്ട് നിങ്ങൾക്കിപ്പോൾ. അത് ചില ആളുകൾ നിമിത്തം നിങ്ങളുടെ ജോലിയെ ചില തടസ്സങ്ങൾ, അത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൂടെയുള്ള ഉദ്യോഗസ്ഥരായാലും മേലുദ്യോഗസ്ഥരിൽ നിന്നായാലും ഉണ്ടാകുന്ന തടസ്സങ്ങൾ അതൊക്കെയും നീങ്ങുന്ന ഒരു അവസരം കൂടിയാണ് മാർച്ച് മാസം. ഇനി നിങ്ങൾക്ക് അങ്ങനെയുള്ളൊരു തടസ്സം നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുകയില്ല. വിദേശ യാത്രയ്ക്കുള്ള ഭാഗ്യം കാണുന്നുണ്ട്. കൂടാതെ സാമ്പത്തികമായി ഉണ്ടായിട്ടുള്ള പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഇങ്ങനെ സാധിക്കുമെന്നാൽ നിങ്ങളിലേക്ക് ധനം എത്തുന്ന സമയം കൂടിയാണ്. കൃഷിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണ്. വ്യാപാരം, അതായത് ബിസിനസ്, വ്യാപാരി വ്യവസായികൾക്കൊക്കെയും വളരെ നല്ല സമയം കൂടിയാണ്. ലക്ഷ്മി യോഗമാണ്. അപ്പോൾ വ്യവസായം, കർമ്മമേഖല നേട്ടം, വിദ്യാർത്ഥികൾക്ക് പഠനം, അതേപോലെ വിദേശ ഇതൊക്കെയും ലക്ഷ്മി ഭഗവതിയുടെ, അമ്മ മഹാമായയുടെ അനുഗ്രഹം നിമിത്തം ഉണ്ടാകുന്ന സമയം കൂടിയാണ് മാർച്ച് മാസം. അപ്പോൾ ഈ ഒരു സമയം, ഈ 2025 മേന്മയും ശ്രേഷ്ഠകരമായ ഒരു സമയം തന്നെയാണ് നിങ്ങൾക്ക് 2025 ഈ മാർച്ച് മാസത്തിൽ നിങ്ങളെ തേടിയെത്തുന്നത്. അതുകൊണ്ട് തന്നെ വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഈ തുടക്കമായതേ ഉള്ളൂ. ഈ ഒരു വർഷത്തിൻ്റെ മാർച്ച് 29 ശേഷം വരാൻ പോകുന്ന ആ ഒരു മഹാശനിമാറ്റം ഒരുപാട് മേന്മകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇതിലേറെ തരുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ലക്ഷ്മി യോഗവും നിങ്ങൾക്കുണ്ടാകുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ശനിമാറ്റവും എല്ലാം കൂടെ ചേരുമ്പോൾ കാത്തിരിക്കുന്നത് വളരെയധികം ലക്ഷാധിപതിയാകാനുള്ള യോഗമാണ്.